സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഏറനാട്, നിലമ്പൂർ. ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഏറനാട് LDF സ്ഥാനാർത്ഥി ഷഫീർ കിശ്ശേരി, UDF സ്ഥാനാർത്ഥി PK ബഷീർ, NDA സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ PK ബഷീർ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് ഏറനാട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ എല്ലാ ഘടകങ്ങളിലും UDF ഒന്നാം സ്ഥാനത്താണ്. ഈ എല്ലാ ഘടകങ്ങളിലും LDF രണ്ടാം സ്ഥാനത്തുമാണ്. നിലവിലത്തെ സാഹചര്യങ്ങളെ വളരെ വ്യക്തമായി വിശകലനം ചെയ്തുകൊണ്ട് സെമിയോട്ടിക്ക AI ഇവിടുത്തെ വിജയി ആരാണ് എന്ന് പ്രവചിക്കുന്നത് നമുക്ക് നോക്കാം. ഏറനാടിൽ UDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 56% വോട്ട് വീതം നേടി PK ബഷീർ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 40%, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 5% വോട്ട് വീതം ലഭിക്കുമെന്നും സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നു. ഇനി നമുക്ക് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പോകാം. സംഭവവിപുലമായ നിലമ്പൂർ മണ്ഡലത്തിലെ ബൈ ഇലക്ഷൻ നടക്കുകയുണ്ടായി. ഇപ്പോൾ 2026 അവിടെ LDF സ്ഥാനാർത്ഥി U ഷറഫലി, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2025 ബൈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ഏകദേശം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് M സ്വരാജിനെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ നിലവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഈ ഓരോ അലയൻസിനെയും എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് 1-ാം സ്ഥാനം LDFനാണ്, 2-ാം സ്ഥാനം UDFനും. ബാക്കി എല്ലാ ഘടകങ്ങളിലും UDF 1-ാം സ്ഥാനത്താണ്, LDF 2-ാം സ്ഥാനത്തും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമ്മൾക്കായി അപഗ്രഥിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. നിലമ്പൂരിൽ UDFന് വ്യക്തമായ മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് 51% വോട്ട് വിഹിതം നേടുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 43%, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 6% വോട്ടിൽ വിഹിതം ലഭിക്കും എന്നതാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ അധികം താമസിക്കാതെ തന്നെ വരുന്നതായിരിക്കും. We are signing off until then. Thank you.